ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ്. ദൈവമേ, അങ്ങയുടെ വല്ലഭത്വമുള്ള വചനം ആണ് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. കർത്താവെ, ഞങ്ങളെ അത് വളരെ വളരെ ഞങ്ങൾ തന്നെ ജീവിതങ്ങളിൽ ബോൾഡ് ആക്കി. കർത്താവെ, കർത്താവിന്റെ വിളി എന്താന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. താങ്ക് യു ദാറ്റ് യു വിൽ ഡു ഇറ്റ് ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമായത്. എനിക്ക് പല പ്രാവശ്യം ജീവിതത്തിൽ വളരെ വളരെ ക്രിയ ചെയ്ത ഒരു വാക്യമായത്. കഴിഞ്ഞ ദിവസവും അത് ആരാധന സമയത്ത് ദേവദാസൻ ആ വാക്യം പറഞ്ഞു. അപ്പൊ അത് പിന്നെയും ഞാൻ ഓർത്തു. അത് എനിക്ക് ഈ ആഴ്ച എന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റി. ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നോക്കാം. ആക്ച്വലി 15 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് എഫേസ്യ സഭയിലെ മക്കൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. For this reason I too, having heard of the faith in the Lord Jesus which exists among you, and your love for all the saints, do not cease giving thanks for you. ദൈവമക്കളെ പറ്റി പൗലോസ് കേട്ടിട്ട് എന്താണ് ഒരു ദൈവമകനിലോ ദൈവമകളിലോ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പറയാം. അതിനകത്തെ ആദ്യത്തെ കാര്യം 17-ാം വാക്യം. 17-ാം വാക്യത്തില് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അതായത് ഇംഗ്ലീഷിലത് that God may give you a spirit of wisdom and revelation, the knowledge of him. പലപ്പോഴും ഞാൻ പുതിയതായിട്ട് ഈ വാക്യം മനസ്സിലായി. അതായത് നമുക്ക് പരിജ്ഞാനം, നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മളെക്കാട്ടിലും ഒരു ഇച്ചിരൂടെ വലിയൊരാള്. ഈ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പൗലോസ് പ്രാർത്ഥിക്കുക. 17-ാം വാക്യം ഒന്നുകൂടെ പറയാം. എന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അതായത് ദൈവത്തെ കുറിച്ചുള്ള we may give you a spirit of wisdom and revelation, the knowledge of him. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം സംഭവിക്കുന്നത് കർത്താവ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തെക്കുള്ള കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 എക്സാമ്പിൾസ് എൻ്റെ ലൈഫിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയില് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ഡോക്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു. അവരുടെ ഒരു പേഷ്യന്റിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോംപ്ലിക്കേഷൻ, ആ ഒരു പർട്ടിക്കുലർ ചികിത്സ ഏറ്റവും നന്നായിട്ട് ചെയ്ത സമയത്ത് ടോട്ടലി ഒരു ഡിഫറെന്റ് കോംപ്ലിക്കേഷൻ ഉണ്ടായി. ഞാൻ അർദ്ധരാത്രിയില് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഈ മെസ്സേജ് കണ്ടു. എന്റെ മനസ്സിൽ ഉടനെ വന്നത് ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17 ഞാൻ വായിച്ച് 18-ന്റെ അവസാനം ഒന്ന് വായിക്കാം. പിന്നെ ബാക്കിയുള്ള വാക്യങ്ങളിലോട്ട് വരാം. കാരണം ഈ ഒരു കാര്യം പറയുമ്പോൾ അത് പറഞ്ഞ ഈ വാക്യമാണ് പറയേണ്ടത്. 18-ന്റെ അവസാനം വായിച്ചു. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എന്നോട് വായിക്കുക. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ. You may know what is a surpassing, 19th verse, surpassing greatness of his power toward us who believe. ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. വിശ്വസിക്കുന്ന നമുക്ക്, ഞാൻ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ആരാന്ന്, ആ പരിജ്ഞാനത്തിൽ കർത്താവ് ആരാന്ന് മനസ്സിലാക്കി
വിശ്വസിക്കുമ്പോൾ എന്നിൽ പ്രവർത്തിക്കുന്ന ആ വലിയ ദൈവത്തിന്റെ ശക്തി, അത് എങ്ങനെയാ ശക്തി എന്നറിയാമോ? അതിന്റെ ഇംഗ്ലീഷ് വായിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് തന്നെ വായിക്കാം. 19-ാം വാക്യം. These are in accordance with the working of the strength of his might, which he brought about in Christ when he raised him from the dead and seated him at his right hand in the heavenly places, far above all rule and authority and power and dominion, and every name that's named, not only in this age but also in the one to come. And he put all things in subjection under his feet. അതായത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഏത് ശക്തിയാ നമ്മിൽ വ്യാപരിക്കുന്നതെന്ന് വെച്ചാൽ, യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി എന്ന് വെച്ചാൽ, യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ശരീരം പോലെയാ യേശു കർത്താവിന്റെ ശരീരം അവിടെ കിടക്കുന്നത്. ആ ശരീരത്തെയാണ് ദൈവം ഉയർപ്പിച്ചത്. വേറൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് തന്നെ ഉയർപ്പിച്ചു. എനിക്ക് ജീവനെ കൊടുക്കാനും അതിനെ എടുക്കാനും അധികാരമുണ്ട്. അപ്പം കർത്താവ് തന്നെ. അപ്പൊ ആ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ഉയർപ്പിക്കുന്ന ശക്തി. അപ്പൊ എന്തോ പറയുന്നത്, ആ ശക്തിയാണ് വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ സാധാരണ ആൾക്കാരല്ല. വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിലോട്ട് തിരിച്ചു വരട്ടെ. എന്റെ സ്നേഹിതനായിട്ടുള്ള സഹോദരൻ ഈ കാര്യം രാത്രി ഒരു മെസ്സേജ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്കൊരു മെസ്സേജ് അയച്ച് രാത്രി 1 മണിക്ക് എന്നെ അറിയിച്ചത്. എഴുന്നേൽക്കുമ്പോൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ദൈവം അവനെ ഉണർത്തി. ദൈവം എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ഞാൻ അങ്ങനെ തന്നെ മെസ്സേജ് വായിച്ചു. കർത്താവ് എന്നെ ഉണർത്തി. എന്തിനാണെന്നറിയാമോ? ഈ വചനം ഓർപ്പിച്ച് എന്നിൽ വ്യാപരിക്കുന്ന ശക്തി മനസ്സിലാക്കി ആ പ്രയാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ആക്ച്വലി പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങേ ഉയർപ്പിച്ച, അങ്ങയുടെ ശരീരം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തിയാണല്ലോ എന്നിൽ വ്യാപരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പേഷ്യന്റിന് ഉണ്ടായ പ്രയാസം കർത്താവിന്റെ ശക്തിയാൽ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുക. ബാക്കി അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഫലിച്ചുകൊണ്ട് റെബ്യൂക്ക് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായിട്ടും ആ കോംപ്ലിക്കേഷൻ മാറുമെന്ന് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ആ സഹോദരൻ ഞാൻ ആ മെസ്സേജ് അയച്ചു രാത്രി 1 മണിക്ക്. അല്ല, 1 മണിക്കല്ല, ആക്ച്വലി 1 മണിക്ക് പുള്ളി അയച്ച മെസ്സേജ് ഞാൻ കാണുന്നത് 4 മണിക്കാണ്. വെളുപ്പിനെ 4 മണിക്ക് ഞാൻ അങ്ങനെ അയച്ചു. ഞാനത് വിശ്വസിച്ചു. പിന്നെ ഞാൻ അതിനെപ്പറ്റി 1 സെക്കൻഡ് പോലും വറി ചെയ്തില്ല. കാരണം ഈ ശക്തിയാണ് ആ പേഷ്യന്റെ പ്രശ്നം മാറ്റാൻ കഴിവുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് ആ പ്രയാസത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരിക്കലും മാറാത്തൊരു, ജീവിതത്തിൽ മുഴുവൻ മാറാത്തൊരു കോംപ്ലിക്കേഷൻ ആണെന്നാണ് എക്സ്പേർട്സ് പറഞ്ഞത്. 3-ാമത്തെ ദിവസം ഈ പേഷ്യന്റിന് ആ ഫുൾ കോംപ്ലിക്കേഷൻ മാറ്റി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു എന്ന് എന്നെ പിന്നെ ആ സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു. ദൈവം ഈ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. നമ്മളത് നമ്മൾ വിശ്വസിക്കാനായിട്ട് അവൈലബിൾ ആയാൽ മാത്രമേ, നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തില് കർത്താവ് നമ്മളോട് നമ്മളെ അറിയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളത് അയ്യോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കാനല്ല. ആ സാഹചര്യത്തിൽ നമ്മളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അത് ആ വിക്ടറി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ആ വിക്ടറിയും ബ്ലെസ്സിങ്ങും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വാക്യങ്ങൾ ഇത് വായിച്ച അതിനു മുമ്പ് ഈ വാക്യങ്ങൾ ബാക്കിയൊന്ന് വായിച്ചോട്ടെ. 17 നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വെളിപ്പാട് നമുക്കുണ്ടായാലേ നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ശക്തി എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇനി അതിന്റെ അടുത്ത കാര്യം അവിടെ ഇരിക്കുന്ന വായിക്കാം. അടുത്ത പ്രാർത്ഥന എന്തുവാ? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്
അറിയണം. അതായത് ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയ ദൃഷ്ടി നമ്മുടെ തലയിൽ കണ്ണുകൊണ്ട് കാണുന്ന ദൃഷ്ടിയിൽ ഒതുങ്ങി നിൽക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു കാര്യം കണ്ടു, ഒരു പ്രശ്നം കണ്ടു, അയ്യോ ഇതിങ്ങനെ ആയല്ലോ, ഞാൻ എന്താ ചെയ്യുന്നേ, ശരി എന്ത് ചെയ്യാനാ, അങ്ങനെ നമ്മള് പരാജയപ്പെട്ടാ നടക്കുന്നേ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ, ഇന്ന് ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് എന്നാണ്. ദൈവം എന്തിനാ വിളിച്ചതെന്നറിയാമോ? നമ്മൾ ഇവിടെ വിജയ ശ്രീലാളികളായിട്ട് ജീവിക്കാനാ. ആക്ച്വലി കനാൻ ദേശത്തോട്ട് ഇസ്രായേൽ മക്കളെ കടത്തിവിട്ട് യോശുവയുടെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഞങ്ങളുടെ ചോദിച്ചാൽ ഈയിടെയായിട്ട് യോശുവയുടെ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. യോശുവ എങ്ങനെ ആ കനാൻ ദേശത്തുള്ള ശത്രുക്കളെ മാറ്റിയിട്ട് പിടിച്ചടക്കി. നമ്മുടെ ജീവിതത്തില് സാത്താന്റെ എല്ലാ ഇൻഫ്ലുവൻസും നമ്മൾ മാറ്റി കളഞ്ഞിട്ട് അത് പിടിച്ചടക്കി അനുഗ്രഹിക്കപ്പെട്ട, അതാണ് വിളിയാലുള്ള ആശ ഈ ജീവിതത്തില്. പിന്നെ വരുവാനുള്ള ജീവിതത്തിലോ ദൈവത്തിന്റെ കൂടെ എന്നേക്കുമായിട്ട്. ഇതാണ് വലിയൊരു ആശ, ഒരു പ്രത്യാശ നമുക്കുള്ളത്. നമ്മള് അയ്യോ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ആൾക്കാരല്ല. ഇത് നമ്മൾ വളരെ വളരെ ശക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വർക്ക് സിറ്റുവേഷനിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ എനിക്ക് എതിരായിട്ട് വരുന്നത്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പോവാത്തതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഉടനെ എനിക്ക് ഈ ഒരു ദൈവത്തിന്റെ ആശ, ഞാൻ ഈ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ദൈവം അനുവദിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ അതുകൊണ്ട് നമ്മൾ സാധാരണ നമുക്കെതിരെ ഒരു പ്രയാസം വന്നാൽ, നമുക്കെതിരെയുള്ള പ്രയാസങ്ങൾ സാധാരണ വരുന്നത് മനുഷ്യരിൽ നിന്നാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും മനുഷ്യർ. ഉടനെ എനിക്കറിയായിരുന്നു അത് അതിനേക്കാട്ടിലും വലിയ ശക്തിയാണ് എന്നിൽ ജീവിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ളത്. ഞാനത് ഒരു പ്രയാസം ഇല്ലാതെ, നമ്മുടെ സാധാരണ ഉള്ള ടെൻഡൻസി, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് പറയുന്നത് വളരെ നല്ലതാണ്. കാരണം ആ രീതിയിൽ പരിശുദ്ധാത്മാവ് നിറവോട് ജീവിക്കുന്നവരോട് പറഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. പക്ഷെ അല്ലാതെ ജീവിക്കുന്നവരോട് നമ്മൾ പറയുകയും ചെയ്യരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ പിന്നെ സാത്താന്റെ ആ ഇൻഫ്ലുവൻസിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കാനുള്ളവരല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യേക വർക്ക് സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഈ കാര്യങ്ങളൊന്നുമല്ല, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ആശയമേ എൻ്റെ മേലെ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ. നെഗറ്റീവായിട്ട് എനിക്ക് വരാൻ പോയ കാര്യം തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയോടെ എൻ്റെ ജീവിതം. ഞാൻ ആ കാര്യത്തെ പറ്റി ആരോടും ഡിസ്കസ് ചെയ്തില്ല. അതാണ് അതിനകത്തെ രഹസ്യം. ആ കാര്യം ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ബ്ലെസ്സഡ് ആയിട്ട് ഞാൻ അന്നത്തെ ദിവസം ജീവിച്ചു. ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിനെക്കാട്ടിലും 10 മടങ്ങ് ബ്ലെസ്സഡ് ആയിട്ട് അന്നത്തെ പോയി കാര്യങ്ങൾ നടന്നു. ഞാൻ അടുത്ത ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. ആശയുടെ കാര്യം, ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിറയുന്ന കാര്യം പറഞ്ഞു. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ ആ ആശ, വിളിയാലുള്ള ആശ എന്ന് പറഞ്ഞു. അടുത്തത് 18 ആദ്യ ഭാഗം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇതെല്ലാം ഇച്ചിരി പാഠം കേൾക്കുന്ന വലിയ വലിയ വാക്കുകൾ, പക്ഷെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, യു മേ നോ വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. ദൈവത്തിന്റെ അവകാശം നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും നമുക്ക് ദൈവത്തിന്റെ അവകാശം എന്നാ. അല്ല, ദൈവം നമ്മളിൽ വലിയൊരു അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശം ഞാൻ പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 32 അധ്യായം. ആവർത്തന പുസ്തകം 32 ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള അവകാശം നമ്മൾ വായിക്കുക. ഒന്ന് വായിക്കുവാ ഞാൻ കോരി തെരിച്ചു പോയി വാക്യങ്ങൾ വായിച്ചപ്പോൾ. ആവർത്തനം 32 8 മുതൽ വായിക്കുക. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തു. അതായത് മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും. അപ്പം എന്താ ഇതിനകത്ത് ചെയ്യേണ്ടേ?
മനുഷ്യപുത്രന്മാരെ അതായത് ദൈവം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ദൈവം അവകാശം വിഭാഗിച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത കാര്യം എന്തോന്നാ ഞാൻ വായിക്കാൻ പോകുന്നത്. അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ആ ബ്യൂട്ടി ഞാനത് ഇംഗ്ലീഷിലൂടെ വായിക്കാം. അതായത് ദൈവം എല്ലാവർക്കും നല്ലവൻ നമ്മൾ വായിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ മക്കളായി തീർന്നവരോട് വേണ്ടി ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് തന്നെ ഇല്ലേ നമ്മുടെ വീട്ടിലുള്ള മക്കളോട് നമ്മൾ അവരുടെ കാര്യങ്ങളല്ലേ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്. യേശു കർത്താവ് ഇവിടെ ചെയ്തത് എന്തോന്നറിയാമോ? ദൈവം ഇവിടെ ചെയ്തത്, when the Most High gave the nations their inheritance, when he separated the sons of man, he set the boundaries of the peoples according to the number of the sons of Israel. അതായത് ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം ആദ്യം, അതായത് ഇങ്ങനെയാ അവിടെ, ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ബാക്കി ജാതികൾ കൊടുക്കുന്നത്. അവരും ദൈവമക്കളായി കഴിഞ്ഞാൽ അവർക്കും അതുപോലെ ദൈവം കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ്. ദൈവം ഓൾറെഡി നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച ഇൻഹെറിറ്റൻസ് ഇതാ. അത് കഴിഞ്ഞ് അടുത്തത് എന്തുവാ? ഇംഗ്ലീഷിൽ ആദ്യം ഒന്ന് വായിച്ചോട്ടെ. 9-ാം വാക്യം. For the Lord's portion is his people. Jacob is the allotment of his inheritance. He found him in a desert land, in the howling waste of a wilderness. He encircled him, he cared for him, he guarded him as a pupil of his eye, like an eagle that stirs up its nest, that hovers over its young. He spread his wings and caught them. He carried them on his pinions. The Lord alone guided him. There was no foreign god with him. He made him ride on the high places of the earth. He ate the produce of the field. He made him suck honey from the rock and oil from the flinty rock. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ മലയാളത്തിൽ കൂടെ വായിച്ചോട്ടെ. അതായത് ജാതികളുടെ അവകാശം ദൈവം നിശ്ചയിച്ചപ്പോൾ അത് ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണമാണ്. അതായത് നമുക്ക് വേണ്ടത് നമുക്ക്, പക്ഷേ ഇത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി നമ്മൾ സെൽഫ് പിറ്റിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കിത് കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വഴക്കുണ്ടാക്കിയും നമ്മൾ അന്യോന്യം വഴക്ക് ഇട്ടും ഒക്കെ ഞാൻ ഓർക്കുക, പല പ്രാവശ്യം എൻ്റെ ശാരീരിക പ്രയാസങ്ങളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ അത് ഞാൻ മനുഷ്യരുടെ സഹതാപം തേടുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിന്റെ ഡെയിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ എനിക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുമുണ്ട്. അത് ആഗ്രഹിക്കുക ചെയ്യുകയും ചെയ്യും. പക്ഷേ ഞാനത്, കർത്താവേ, ഈ ശാരീരിക പ്രയാസം അങ്ങ് എനിക്ക് ഇന്ന് ഏറ്റവും വലിയ വിക്ടറിക്ക് വേണ്ടി ആ ദൈവം വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ ഈ ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്റേതാവും. ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ വായിക്കുക. 8-ാം വാക്യ 32:8 സെക്കൻഡ് പോർഷൻ തൊട്ട്. അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശമാകുന്നു. യാക്കോബെന്നും എന്തിനാ കർത്താവ് ഈ പേര് പിന്നെ എടുത്ത് പറഞ്ഞത്? കർത്താവ് നമ്മളെ ഓർപ്പിക്കുക. അതായത് ഇസ്രായേൽ ഞാൻ ആക്കി, പക്ഷെ അവൻ പണ്ട് യാക്കോബായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ യാക്കോബിനെ പോലെ ആയിരിക്കും. നിങ്ങൾ ചതിയന്മാരായിരിക്കും, ഉപായികളായിരിക്കും, നിങ്ങൾ എനിക്ക് കൊള്ളരുതാത്തവരായിരിക്കും. പക്ഷേ ഞാൻ കർത്താവിന്റെ അവകാശമാണ് നീ, എന്റെ അവകാശമാണ് നീ എന്ന് കർത്താവ് എന്നോട് പറയുക. എന്നിട്ട് 10-ാം വാക്യം വായിക്കാം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധമായി എഴുതിയിരിക്കുന്നത്. കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. എന്നാലോചിച്ച് നോക്കിയേ, ഇങ്ങനെയാണ് നമ്മളെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതൊന്ന് ഇരുന്ന് വായിക്കണേ. യഹോവ തനിയെ അവനെ നടത്തി. ദ ലോർഡ് അലോൺ ഗൈഡഡ്. നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും ദ ലോർഡ് അലോൺ ഗൈഡഡ്. ഇങ്ങനെ ഇംഗ്ലീഷില് 13-ാം വാക്യം, അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നമ്മളെ ദൈവം കാക്കുമെന്ന് മാത്രമല്ല, ഇംഗ്ലീഷില് ഹി മേഡ് ഹിം റൈഡ് ഓൺ ദ ഹൈ പ്ലേസസ് ഓഫ് ദി എർത്ത്. അത് എനിക്ക് എത്ര പറയണമെന്ന് അറിയത്തില്ല.
നമ്മൾ ഭൂമിയുടെ അറ്റങ്ങളിൽ എവിടം വരെ പോണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നോ അവിടെ നമ്മളെ കർത്താവ് നടത്തും. കർത്താവ് നടത്തുന്നത്. ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അതായത് അങ്ങനെ പൊങ്ങിയായിരുന്നെങ്കിലും കർത്താവ് നിലത്തെ നമ്മുടെ ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ഞാൻ ആ പാറയിൽ നിന്ന് തേൻ വായിച്ചപ്പോഴും ഞാൻ അതിശയിച്ചു. കർത്താവെ, പാറയിൽ നിന്ന് വെള്ളം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അതിശയിക്കുമായിരുന്നു. എങ്ങനെ പാറയിൽ നിന്ന് വെള്ളം വരാം? കർത്താവ് എന്നോട് പറയുക, മകളെ, പാറയിൽ നിന്ന് വെള്ളമല്ല, ഞാൻ നിനക്ക് പാറയിൽ നിന്ന് തേൻ. എന്ന് വെച്ചാൽ അത്ര ഒരു ഹോപ്പില്ലാത്ത സിറ്റുവേഷനിൽ കർത്താവ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങളിൽ, ഫിനാൻഷ്യൽ സാഹചര്യങ്ങളിലാകട്ടെ, നമ്മുടെ വർക്ക് പ്ലേസ് സാഹചര്യങ്ങളിലാകട്ടെ, നമ്മളായിരിക്കുന്ന സഭയുടെ സാഹചര്യങ്ങളിലാവട്ടെ, കർത്താവ് പറയുക, ഞാൻ നിനക്ക് പാറയിൽ നിന്ന് തേൻ തരാൻ പോവാ. പാറയിൽ നിന്ന് തേൻ. നമുക്ക് തിരിച്ച് ആ വാക്യത്തിലോട്ട് വരാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? 19-ാം വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും. ഈ ഇന്നതെന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാൽ അത് കൂടുതൽ ആക്ച്വലി മനസ്സിലാവുള്ളൂ. അതായത് 19th verse, these are in accordance with the working of the strength of his power, of his might, which he brought about in Christ Jesus, brought about in Christ when he raised him from the dead. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട് ആ ഒരു പ്രയാസത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്ന വാക്യം ഇതാ. അതായത് മരിച്ച ശരീരമായിരുന്നു യേശു കർത്താവിന്റെ അടക്കിയത്. ആ ശരീരത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചോ അതിന് എന്ത് ശക്തി വേണോ ആ ശക്തി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏത് സിറ്റുവേഷനിലും അത് അവൈലബിളാ. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന്, കർത്താവെ, ആ കോംപ്ലിക്കേഷൻസ് വന്ന പ്രയാസത്തില് കർത്താവ് ഇതേ ശക്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം ഉറപ്പ് തന്നു ഈ വചനം ജീവിക്കുന്ന വചനമാണെന്ന്. ആ കാര്യം തന്നെ സമ്മതിച്ചു. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷന് പോകാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ കൺവെൻഷൻ ഗ്രൗണ്ടിലോട്ട് അന്ന് പോകണമെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് അത്രയും മണിക്കൂറുകൾക്ക് എൻ്റെ വേറെ ആരുമില്ല കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ കുഞ്ഞ് ഒരിടത്തും അടങ്ങിയിരിക്കുന്ന കുഞ്ഞല്ല. ആക്ച്വലി കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 വയസ്സുള്ള കുഞ്ഞ എല്ലായിടത്തും ഓടി നടക്കും, കയ്യിൽ നിന്ന് അപ്പം തന്നെ താഴെ ഇറങ്ങും. പക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവ് ഈ കുഞ്ഞിനെ അടക്കിയിരുത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട്, ദൈവത്തിന്റെ ഈ ശക്തിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് 100 വയസ്സ് പ്രായം കാണും. പക്ഷെ ആ 100ാമത്തെ വയസ്സിലും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വിശ്വസിച്ച് കർത്താവ് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി. കാരണം കുഞ്ഞ് എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. ഹസ്ബൻഡ് ആ സമയത്തില്ല, വേറെ ആരും ഇല്ല. അപ്പം ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ച് കുഞ്ഞിനെ മടി വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, കൂടെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. അതുപോട്ടെ, കൺവെൻഷൻ ഗ്രൗണ്ടില്, അൺഈവൻ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ, ജസ്റ്റ് ഒരു ഇത് വിരിച്ചിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ടുള്ള ഗ്രൗണ്ടില് ഈ കുഞ്ഞ് അനങ്ങാതെ എൻ്റെ മടിയിൽ 1.5-2 മണിക്കൂർ അവിടെ ഇരുന്നെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ അനങ്ങാതെ ഇരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂർ പ്രിയ സഹോദരി, അടുത്തിരുന്ന സഹോദരി കുഞ്ഞിനെ എടുത്ത് പുറത്തോട്ട് നിന്നു. പക്ഷെ പുറത്തോട്ടും അവൾ അനങ്ങാതെ നിന്നു. സാധാരണ ചെറിയ വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇരിക്കത്തില്ല, ഉടനെ താഴെ ഇറങ്ങാനായിട്ട് പറയും. നമ്മളെ എങ്ങനെ വിശ്വസിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും, സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പം ഇത് കർത്താവിനെ മരിച്ചവരിൽ നിന്ന് മരിച്ച സിറ്റുവേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ അത്ര ഹോപ്പില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ പാറയിൽ നിന്ന് തേൻ ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തെ വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ലയോ? ഇതാണ് കർത്താവ് എന്ന് ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പുതിയ നിയമത്തിൽ യേശു കർത്താവിനെ നമുക്കിപ്പോ ഇങ്ങനെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി എത്രയാ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് യോഗ അവസാനിപ്പിക്കാം. Father, Lord, we thank you, Lord. We praise you. Thank you, Lord, for this blessed word which you gave us all today morning, Lord. Yes, Father, thank you, Lord, for the resurrection power which is available to us, Father. Forgive us, Lord, because many times, Lord, we live, Lord, lives with self-pity and, Lord, without this faith, Lord. Forgive us, Lord, and help us, Lord, each one of us, Lord, who have heard the word, not just to be hearers, but, Lord, to be doers and to understand and to remember, Lord, that every day as we function in every situation, Father, this resurrection power is available to each one of us, for us and for our situations. Thank you, Lord, for the wonderful way you care for us, Lord, that you lead us, that we are yours, we are your inheritance, Father, and Lord, the boundaries which you have given us, Lord. We thank you and we praise you, Lord. We are grateful to you for all that you are doing in our lives. Thank you, Lord, for Bina ma'am. Thank you, Lord, for the blessed word, and Lord, for the wonderful testimonies we could hear. Lord, enable, Lord, her to be able to continue mentoring each one of us, Lord, and to be a blessing to many more. In Jesus' name we pray. Amen. Amen. Praise the Lord.